ഒരു മാർവൽ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വലിയ രീതിയിലുള്ള സൂപ്പർ ഹീറോ ഫൈറ്റ്സ്, വലിയ VFX, മൾട്ടിവേഴ്സ്, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. വലിയ ക്യാൻവാസിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും മൊത്തത്തിൽ അത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വലിയ ക്യാൻവാസിൽ നിന്ന് മാറി വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സീരീസ് ആണ് വണ്ടർമാൻ. ഡസ്റ്റിൻ ഡാനിയലും ആൻഡ്രൂ ഗസ്റ്റുമാണ് ഈ ഒരു ഷോയുടെ ക്രിയേറ്റേഴ്സ്. സോ ഇതെന്ന് പറയുന്നത് ഒരു നോർമലി നമ്മൾ കണ്ടുവരുന്ന ടൈപ്പ് ഒരു സൂപ്പർ ഹീറോ സീരീസ് അല്ല. ഇതൊരു സൂപ്പർ ഹീറോ സീരീസിന് ഉപരി ഒരു എന്താണ് പറയുക, ഒരു സിനിമയ്ക്കുള്ള സിനിമ എന്നോ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കഥയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അവർ ചർച്ച ചെയ്യുന്നത്. അത് വളരെ എൻഗേജിങ് ആയിട്ടും വളരെ വെൽ മെയ്ഡ് ആയിട്ടും അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഈ അടുത്ത് വന്നിട്ടുള്ള മാർവൽ സീരീസുകളിലും സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല റൈറ്റിങ്ങും അതുപോലെ നല്ല പെർഫോമൻസും ഒക്കെ ഉള്ളൊരു സീരീസാണ് ഈ ഒരു വണ്ടർമാൻ എന്ന് പറഞ്ഞ സീരീസ്. ഡിസ്നി പ്ലസിലാണ് ഈ ഒരു സീരീസ് റിലീസായിട്ടുള്ളത്. 8 എപ്പിസോഡുകൾ മാത്രമാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. എല്ലാം ഒരു 30 മിനിറ്റ് ഒക്കെയുള്ള ഒരു മിനി സീരീസ് ആണ് ഇത്. സോ അങ്ങനെ വലിയ ഡ്യൂറേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർ കഥയെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇതിന്റെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്നത് സൈമൺ എന്ന് പറയുന്ന ഒരു സ്ട്രഗിളിങ് ആക്ടർ ഉണ്ട്. പുള്ളി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ പുള്ളിക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഒക്കെ ആണെങ്കിലും പുള്ളിയുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെയും ഭാഗത്തു നിന്നുള്ള ക്രിയേറ്റീവ് ഡിഫറൻസും കാര്യങ്ങളും കൊണ്ടൊക്കെ അതൊക്കെ വിട്ടുപോകുന്നു. സോ പുള്ളിക്ക് ഒരു ആസ് ആൻ ആക്ടർ പുള്ളിക്കൊന്നും അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ റിലേഷൻഷിപ്പിലും അതുപോലെ പുള്ളിയുടെ ഫാമിലിയിലും ഒക്കെ പുള്ളിക്കൊരു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇത് മൂലം ഉണ്ടാകുന്നുണ്ട്. സോ അങ്ങനെ ഇരിക്കുകയാണ് ഹോളിവുഡിലെ ഒരു ക്ലാസിക് മൂവി ആയിട്ടുള്ള വണ്ടർമാൻ എന്ന് പറഞ്ഞ സിനിമ അവർ ഒരു വലിയ ഡയറക്ടർ റീമേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. സോ അതിന്റെ ഓഡീഷന്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സൈമൺ എന്ന് പറഞ്ഞ ആള് വേറൊരു ക്യാരക്ടറിനെ കാണുന്നത്. അതായത് ട്രെവർ സ്ലോട്ടറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ കാണുന്നത്. ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അയൺമാൻ 3 ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. സോ ഈ ഒരു സീരീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ട്രെവർ സ്ലോട്ടറി എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ സൈമന്റെ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഇമോഷണൽ ബാക്ക് ബോൺ എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് പുള്ളി ഇതിനകത്ത് വരുന്നത്. പിന്നെ സോ ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിലേഷനും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിനകത്ത് അവർ പ്രധാനമായിട്ടും കാണിച്ചു പോകുന്നത്. ഒരു സൂപ്പർ ഹീറോ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങളും യാതൊന്നും നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. ഇതിനകത്ത് ഈ സൂപ്പർ ഹീറോ പരിപാടി എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുന്ന ചെറിയൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സിനിമയിൽ ഇവർക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുകയാണ്. അതേസമയം തന്നെ അവിടുത്തെ ഒരു ഏജൻസി സൈമണെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഹോളിവുഡിൽ ഒരു നിയമമുണ്ട്, ഇങ്ങനെ സൂപ്പർ ഹീറോ പവേഴ്സ് ഉള്ളവർക്കൊന്നും ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവർക്കപ്പം സൈമണിലൊരു സംശയമുണ്ട്, പുള്ളിക്ക് എന്തോ ഒരു പവർ ഉണ്ട്. അപ്പം അതൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ടും കാണിച്ചു പോകുന്നത്. പക്ഷെ സൈമന്റെ പവർ എന്താണെന്നോ അതൊന്നും കാണിക്കുന്നതിൽ ഈ ഒരു സീരീസിന്റെ സ്റ്റോറി പോകുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കാണിച്ചു പോകുന്നതല്ലാതെ പുള്ളിയുടെ ആ ഒരു പവർ എന്താന്നുള്ള പൂർണ്ണമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. മെയിൻലി കാണിക്കുന്നത് ഒരു ആക്ടർ, പുള്ളിയുടെ ഒരു സ്ട്രഗിള്, പുള്ളിയുടെ റിലേഷൻഷിപ്പ്, പുള്ളിയുടെ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അവർ കാണിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല കിടിലനായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറെ കോമഡി സീൻസ് ഉണ്ട്, നല്ല എൻഗേജിങ് ആയിട്ടൊക്കെയാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ ഈ ഡെയർ ഡെവിൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർവൽ സീരീസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സംഭവം കണ്ടാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനിതിന്റെ ഈ ട്രെയിലറോ അല്ല ഈ ഒരു സീരീസ് എന്താണെന്നൊന്നും അറിയാതെ കണ്ടതാണ്. അപ്പൊ എനിക്ക് സർപ്രൈസിംഗ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരീസ്. ഞാൻ ഒരു റാൻഡമായിട്ട് ഇങ്ങനെ ഹോട്ട്സ്റ്റാറിൽ കണ്ടതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നല്ല കിടിലനായിട്ട് തന്നെയാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. സോ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.